നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഫങ്ഷണൽ ഇംഗ്ലീഷ് നമ്മൾ ധാരാളമായി കേട്ട് പരിചയമുള്ള വാക്കുകളാണ്. യൂട്യൂബിൽ വളരെയധികം വ്യക്തികൾ എടുക്കുന്ന കണ്ടൻ്റാണ് സ്പോക്കൺ ഇംഗ്ലീഷ്. കാരണം എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ യൂട്യൂബിലെ ഏറ്റവും അധികം നാം കാണുന്ന കണ്ടൻറ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫങ്ഷണൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളാണ്. പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന ആ സ്കില്ലിൻ്റെ പിറകിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് നിങ്ങളുമായി ഞാനൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. നമുക്കറിയാം, ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. ഏത് ലാംഗ്വേജും ഒരു സ്കില്ലാണ്. പരിശീലിച്ചെങ്കിൽ മാത്രം സ്വായത്തമാക്കാൻ പറ്റുന്ന ഒന്നാണ് ഒരു സ്കില്ല്. അത് സൈക്ലിംഗ് പോലെയും ഡാൻസിങ് പോലെയും സിംഗിങ് പോലെയും സ്വിമ്മിങ് പോലെയും ഒക്കെ ഇതൊരു സ്കില്ലാണ്. അതുകൊണ്ട് ലാംഗ്വേജ് നന്നായി പരിശീലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വായത്തമാക്കാനും അത് സമയത്ത് നമുക്ക് പ്രയോജനപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. ഈ ക്ലാസ്സിൽ എന്താണ് സ്പോക്കൺ ഇംഗ്ലീഷ്, അത് നമുക്ക് എങ്ങനെ സ്വായത്തമാക്കാം, എങ്ങനെ അക്വയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നാം ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലിക്കുന്നതിനും ഇംഗ്ലീഷ് ഗ്രാമർ പരിശീലിക്കുന്നതിനുമൊക്കെയുള്ള ധാരാളം ക്ലാസ്സുകൾ ഈ ചാനലിൽ ഉണ്ട്. പക്ഷേ എങ്കിലും തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഗ്രാമർ ടോപ്പിക്കുകൾ നമ്മുടെ നിത്യജീവിതവുമായി എങ്ങനെ ബന്ധപ്പെടുത്താം, നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കേണ്ട സെൻറ്റൻസുകൾ എങ്ങനെ ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് പരിശീലിക്കാം, എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം, അതെങ്ങനെ പ്രായോഗികമാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുൻപായി സ്പോക്കൺ ഇംഗ്ലീഷ് എന്താണ്, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പിന്നിലുള്ള സത്യം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വിസിഷൻ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ ജോസഫ് ചാക്കോ. ക്ലാസ്സുകൾ കാണുന്നത് കൊണ്ട് മാത്രം നാം ഇംഗ്ലീഷ് സംസാരിക്കുമോ? ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വെറും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രം നാം ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ അതിന് വിവിധ സാഹചര്യങ്ങൾ നമുക്കുണ്ടാകണം. ഒന്നുകിൽ നാം നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ കൂടെ വസിക്കണം, അവരുമായി കൂടുതൽ നമുക്ക് ഇൻ്ററാക്ട് ചെയ്യാനുള്ള സാഹചര്യം, അവസരം നമുക്കുണ്ടാകണം. അതല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു പ്രദേശത്ത് നാം താമസമാക്കണം. ഇംഗ്ലീഷ് ഏറ്റവും അനിവാര്യമാണ് എന്നുള്ള ഘട്ടത്തിൽ നാം എത്തിയാൽ ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കും. അതല്ല എങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുവാൻ, അത് മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് കുടിക്കാൻ അല്പം വെള്ളം കിട്ടണമെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കണം, ഇംഗ്ലീഷിൽ പറയണം എന്നുള്ളൊരു സാഹചര്യത്തിൽ നാം എത്തി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ നമ്മൾ നിർബന്ധിതരാകുകയും തീർച്ചയായും ഇംഗ്ലീഷ് പഠിക്കുകയും ചെയ്യും. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ നിയമങ്ങൾ, ഗ്രാമർ ടോപ്പിക്കുകൾ നാം കാണാതെ പഠിക്കുക, അത് സെൻറ്റൻസിലേക്ക് പ്രയോഗിക്കുക, സെൻറ്റൻസുകൾ ബൈഹാർട്ടാക്കുക, അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുക, അത് പരിശീലിക്കുക, വോക്കൽ പ്രാക്ടീസ് ചെയ്യുക. വോക്കൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വോക്കൽ ഓർഗൻസ് എല്ലാം മലയാളം സംസാരിക്കുന്നതിനുള്ള ഒരു ചായ്വ് ആണ് നമുക്കുള്ളത്. അത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു സാധ്യതയിലേക്ക് നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് വോക്കൽ പ്രാക്ടീസ് നമുക്ക് ആവശ്യമാണ്. ഇതിലേതെങ്കിലും ഒരു സാഹചര്യത്തിൽ നാം ഉൾപ്പെടുന്നെങ്കിൽ മാത്രമേ നാം ഇംഗ്ലീഷ് സംസാരിക്കുകയുള്ളൂ. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതല്ലെങ്കിൽ അവിടെ ഇവിടെയും തൊടാതെയുള്ള ഏതാനും ചില ക്ലാസ്സുകൾ നമ്മൾ കാണുകയും ഇംഗ്ലീഷ് ഇപ്പം തന്നെ സംസാരിക്കും, ഈ ക്ലാസ് കഴിഞ്ഞാൽ സംസാരിക്കും എന്നൊക്കെ പറയുന്നത് വെറും മിഥ്യയാണ്. അതുകൊണ്ട് ആരും ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ല. സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു മരുപ്പച്ചയാണ്. നാം തേടി അടുത്തേക്ക് എത്തുന്തോറും അകന്നകന്ന് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. ഇനി ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമാണ്? ഏറ്റവും പ്രധാനമായിട്ട് വൊക്കാബുലറി നമുക്കുണ്ടാകണം. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ അത് പദശേഖരമാണ്. വസ്തുതകൾ പറഞ്ഞ് ഫലിപ്പിക്കുവാൻ നമുക്ക് വാക്കുകൾ ആവശ്യമാണ്. വാക്കുകൾ ധാരാളമായി ഡിക്ഷണറിയിലൊക്കെ ഉണ്ട്, ലക്ഷക്കണക്കിന് ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് പഠിച്ചു വെക്കാൻ സാധിക്കുകയില്ല. ഏറ്റവും കുറഞ്ഞത് ഏറ്റവും എസൻഷ്യലായ ഒരു 200 വാക്കുകൾ
നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. അത് ഏതാണ് ആ 200 വാക്കുകൾ എന്നുള്ളത്? നമുക്ക് അനുദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള വാക്കുകൾ. അത് ഓരോ സാഹചര്യം അനുസരിച്ചും ഓരോ വ്യക്തി അനുസരിച്ചും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. എന്തായിരുന്നാലും സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ വൊക്കാബുലറി നിർബന്ധമായി ഉണ്ടാകണം, പദശേഖരം ഉണ്ടാകണം. ഇംഗ്ലീഷിൽ ഏതാണ്ട് 250-ൽ പരം സെൻറ്റൻസ് പാറ്റേൺസ് ഉണ്ട്, സെൻറ്റൻസ് കൺസ്ട്രക്ഷൻസ് ഉണ്ട്. ഇത് നാം പഠിച്ചു വയ്ക്കണം. ഇത് മനസ്സിലാക്കുകയും പഠിച്ചു വെക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ സമയത്ത് നമുക്ക് ഭാഷ നമ്മുടെ നാവിൽ വരികയുള്ളൂ, ലാംഗ്വേജ് നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. ഗ്രാമർ ടോപ്പിക്കുകൾ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് ഗ്രാമർ എന്നൊരു വാക്കിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെൻസസിൻ്റെ പേരുകളിലൂടെയോ അല്ലെങ്കിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന വാക്കുകളിലൂടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. സെൻറ്റൻസ് പാറ്റേൺസ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് സെൻറ്റൻസ് പാറ്റേൺസ് നമുക്ക് കിട്ടുകയുള്ളൂ. ഈ സെൻറ്റൻസ് പാറ്റേൺസ് നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ ടെൻസസിൻ്റെ ടോപ്പിക്കുകൾ വരാം, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൻ്റെ ടോപ്പിക്കുകൾ വരാം, റിപ്പോർട്ടഡ് സ്പീച്ച് വരാം, ക്വസ്റ്റ്യൻ ടാഗ് വരാം, ക്വസ്റ്റ്യൻ ഫോർമേഷൻ വരാം. ഇത്തരത്തിലുള്ള എല്ലാ ടോപ്പിക്കുകളിലൂടെ നാം കടന്നു പോകണം. ഈ വാക്കുകൾ കൂട്ടിച്ചേർക്കുവാൻ അല്ലെങ്കിൽ സെൻറ്റൻസുകൾ കൂട്ടിച്ചേർക്കുവാൻ സെൻറ്റൻസ് അല്ലെങ്കിൽ വേർഡ് കണക്റ്റേഴ്സ് നമുക്ക് വേണം. അതിൻ്റെ ഉപയോഗം നാം പഠിക്കണം. അതിനെ കൺജങ്ഷൻസ് എന്ന് പറയും. സെൻറ്റൻസ് കണക്റ്റേഴ്സ് അല്ലെങ്കിൽ വേർഡ് കണക്റ്റേഴ്സ്. കൺജങ്ഷൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. കൺജങ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിലും കുറേ കൺജങ്ഷൻസ് നമ്മൾ പഠിച്ചു വെക്കണം. ആൻഡ്, ഓർ, ബട്ട്, ആസ് വെൽ ആസ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള കൺജങ്ഷൻസ് നമ്മളൊന്ന് പഠിച്ചു വെക്കണം. വാക്കുകൾ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ നാവിഗേഷൻ എന്നോ ലൊക്കേഷൻ എന്നോ ഒക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ റിലേഷൻ എന്നൊക്കെ പറയാം. വാക്കുകൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതിനെ നമ്മൾ പ്രിപ്പോസിഷൻസ് എന്ന് പറയും. ഇതും ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമ്മളൊരു ആശയം പറഞ്ഞ് ഫലിപ്പിക്കണമെങ്കിൽ വെറും വാക്കുകൾ മാത്രം പോരാ. നമുക്ക് സെൻറ്റൻസ് പാറ്റേൺസ് ഉണ്ടാകണം, കൺസ്ട്രക്ഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം നമ്മൾ പരിശീലിച്ചു വെച്ചെങ്കിൽ മാത്രമേ ലാംഗ്വേജ് നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ, നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഏതെങ്കിലും ഒരു യൂട്യൂബിൽ ഏതെങ്കിലും 1-2 ക്ലാസ്സുകൾ നമ്മൾ കണ്ടതുകൊണ്ട് ഒരു കാരണവശാലും നാം ഇംഗ്ലീഷ് സംസാരിക്കുകയില്ല. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷേ സംസാരിക്കുമെന്ന് നമ്മളോട് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വെറുതെയാണ്. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കണമോ നമ്മൾ പരിശീലിച്ചേ പറ്റൂ. കാരണം ലാംഗ്വേജ് ഒരു സ്കില്ലാണ്. ഇവയ്ക്കെല്ലാം ഉപരി ഭാഷ പഠിക്കണമെങ്കിൽ വോക്കൽ പ്രാക്ടീസ് അത്യന്താപേക്ഷിതമാണ്. പരിശീലനം, എക്സസൈസ് അത്യന്താപേക്ഷിതമാണ്. അത് കരാട്ടെ പഠിക്കുന്നവരോ അല്ലെങ്കിൽ കളരി അഭ്യസിക്കുന്നവരോ ഒക്കെ ചെയ്യുന്നത് പോലെയുള്ള പ്രാക്ടീസ് നമുക്കുണ്ടാകണം. നമ്മുടെ പ്രാക്ടീസ് ഒരു ലാംഗ്വേജ് വിദഗ്ധനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ അവയവങ്ങളെന്ന് പറയുന്നത് വോക്കൽ ഓർഗൻസ് ആണ്. വോക്കൽ ഓർഗൻസിന് പരിശീലനം ഉണ്ടാകണം, പ്രാക്ടീസ് ഉണ്ടാകണം. അത് ലാംഗ്വേജിന് വഴങ്ങുന്നതായിരിക്കണം. ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വോക്കൽ ഓർഗൻസ് അതിനോട് വഴങ്ങുന്ന തരത്തിലുള്ള പരിശീലനം നമുക്ക് ഉണ്ടാകണം. നമുക്ക് നേറ്റീവ് സ്പീക്കേഴ്സ് സുഹൃത്തുക്കളായില്ല, സായിപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സുഹൃത്തുക്കളൊന്നും നമുക്കില്ല. നമ്മുടെ സഹായത്തിന് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കുള്ള സാഹചര്യങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുകയും ഇംഗ്ലീഷ് സംസാരിച്ച് പരിശീലിക്കുകയും ചെയ്യണം. ഇംഗ്ലീഷ് ഗ്രാമർ ടോപ്പിക്കുകളും സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇംഗ്ലീഷ് സംസാരിക്കാൻ, കൃത്യമായ ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. മറ്റൊന്ന്, അക്കാഡമിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ, അത് പരീക്ഷ എഴുതുന്നതിനാകാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനാകാം, അല്ലെങ്കിൽ ഹൈലി ഫോർമൽ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇംഗ്ലീഷ് പറയുന്നതിനോ പിടിച്ചു നിൽക്കുന്നതിനോ ഒക്കെ ആവശ്യമാകാം. അങ്ങനെ 2 തരത്തിലുള്ള ഗുണമുണ്ട്. ഒന്ന് സ്പോക്കൺ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടും, മറ്റൊന്ന് അക്കാഡമിക്കായിട്ടും നമുക്ക് ഗ്രാമർ ടോപ്പിക്കുകൾ നമുക്ക് ആവശ്യമാണ്. ഈ ചാനലിൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ തരത്തിലുള്ള ഗ്രാമർ ടോപ്പിക്കുകളും നമുക്കുണ്ട്. പക്ഷേ ആ ടോപ്പിക്കുകളെല്ലാം തന്നെ നാം ഒന്നുകൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രായോഗികമായിട്ട്, ഫങ്ഷണലായിട്ട് എങ്ങനെ സെൻറ്റൻസുകൾ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ള നിത്യജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ധാരാളം സെൻറ്റൻസുകളോടുകൂടി വളരെ ലളിതമായ രീതിയിൽ ഒന്ന് പുനരാവിഷ്കരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് A to Z എന്ന് വേണമെങ്കിൽ പറയാം. A മുതൽ, ആൽഫബറ്റ് മുതൽ ആരംഭിക്കുന്ന ക്ലാസ്സാണ്.
എങ്ങും തൊടാതെയോ പരസ്പര വിരുദ്ധമായ ക്ലാസ്സുകളല്ല. വളരെ ബന്ധിതമായ ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഇന്ന് ഇവിടെ തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണം എന്നൊരൊറ്റ ലക്ഷ്യത്തോടുകൂടി മാത്രം ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ക്ലാസ്സുകൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ തീർച്ചയായും നിങ്ങളെ ഞാൻ സഹായിക്കും. നിങ്ങൾ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നമുക്ക് ഇവിടെ ആരംഭിക്കാം. ഈ ഒരു ക്ലാസ്സിൽ എന്താണ് സ്പോക്കൺ ഇംഗ്ലീഷ് എന്നും ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യം മാത്രമേ നിങ്ങളോട് ഞാൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകൾ ഏറ്റവും ഫലപ്രദമായ ദിവസങ്ങളാക്കി ക്ലാസ്സുകളാക്കി നമുക്ക് മാറ്റാം. അടുത്ത ക്ലാസ്സിൽ തുടർന്നുള്ള ഏതാനും ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നതാണ്. അതോടുകൂടി നമ്മൾ ഒരു തീവ്ര യജ്ഞത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വീണ്ടും കാണുന്നത് വരെ ബൈ.